വിശന്ന ബ്രൈഡ് അല്ലാതാകും. ഹലോ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം ക്യൂട്ട് ബ്രൈഡ് കേട്ടോ. രാവിലെ 6:30 ആയപ്പോ തന്നെ ഞാൻ ഈ പോകുന്നുണ്ടല്ലോ കബൂൺ പാർക്കിലേക്കാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കണ്ടാണ് നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിലുണ്ടല്ലോ കണ്ണെടുക്കാൻ പറ്റാത്ത പോലെ ഇമ്മാതിരി ബ്ലോസം നിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കബൂൺ പാർക്കിൽ എത്തിയിട്ട് ചെന്നപ്പോ തന്നെ ഓരോരുത്തരായിട്ട് ഹാജരാകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രൈഡും ക്യാമറാമാൻമാരും കൂടെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസ് ഒക്കെ മിനിക്കുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരായിരുന്നേ. അങ്ങനെ ഫ്രൂട്ട്സും വൈനും കേക്കും ബൊക്കയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആൾക്കാരുടെ ബ്രൈഡ് ടു ബി ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായി ബ്രൈഡ് ടു ബി എന്നൊക്കെ പറഞ്ഞ ആർട്ടിഫിഷ്യലിന്റെ അങ്ങേയറ്റാണ് ഗൈസ്. എല്ലാം വളരെ പ്രീ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ഒന്നും അറിയാത്ത പോലെയാണ് ഞങ്ങൾ നിന്നത് കേട്ടോ. അങ്ങനെ ഒതുക്കത്തി ബ്രൈഡിന്റെ കയ്യിരുന്ന ബൊക്ക ഞാൻ സംഘടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് അവകാശപ്പെട്ട ബൊക്കയാണ് ഗൈസ്. കാരണം ഇനി ഈ കൂട്ടത്തിൽ ബാച്ചിലർ ആയിട്ടുള്ളത് ഞാൻ മാത്രമാണ്. അങ്ങനെ ക്യാമറമാൻമാരെ കാട്ടിലൊക്കെ കിടന്ന് ഓരോരോ പോസുകൾ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ബ്രൈഡ് ചില്ലറക്കാരിയല്ല കേട്ടോ, ആളൊരു ജിമ്മത്തിയാണേ. എത്ര ജിമ്മത്തിയാലും ബ്രൈഡിന് വലിയ ക്ഷീണം. അങ്ങനെ 3-4 മണിക്കൂറത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങളെല്ലാം കബൂൺ പാർക്കിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാം. മുമ്പ് ക്യൂട്ടായിട്ടിരുന്ന നമ്മുടെ ബ്രൈഡ് കേട്ടോ ഇപ്പൊ റൈഡർ കണ്ണാപ്പിയായി മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആറ്റുനോറ്റിരുന്ന ബ്രൈഡ് ടു ബിയും കഴിഞ്ഞ് ആ ബൊക്കെയായിട്ടാണ് കക്ഷിയുടെ പോക്ക്. അപ്പൊ നമ്മുടെ സ്വന്തം ബ്രൈഡർ കണ്ണാപ്പിനെ കാണിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ ബൈ, ലവ് യു ഓൾ.